ഓജി ലുക്ക് ബെറ്റർ സത്യം റിപ്പോർട്ട് പേടി സിറ്റിക്ക് കാല് റിപ്പോർട്ട് പേടി സൗകര്യ നമുക്ക് ടർഫ് കളിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. എന്റെ പേര് കേസുണ്ട് പുണ്ടച്ചി. പരന്തുവാസു റിപ്പോർട്ട് പേടി. കണ്ണാപ്പിയുടെ വന്നിട്ട് പോവാം. പാപ്പന്റെ വണ്ടി പാപ്പന്റെ വണ്ടി കേറ് 100 കൂട്ടം പ്രശ്നത്തിന്റെ ഇടയ്ക്ക് ഇരിക്കുമ്പോഴാണ് മനുഷ്യന് സമാധാനം ഇല്ല. കണ്ണാപ്പി നിനക്കറിയാവോ, ഞാൻ ഈ സിറ്റി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു കൊലപാതകയാണ്, പെണ്ണുപിടിയാണ്, MDMA ആണ്, കഞ്ചാവാണ്, എല്ലാം ആണ്. മനസ്സിലായ? എന്നെ അങ്ങനെയാണ് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. എനിക്ക് ജീവിതം വെറുത്തടാ. എനിക്ക് അണ്ണാ മറ്റേ പോലീസിന്റെ കേസില്ല, അത് എന്റെ സോൾവ് ചെയ്യാനൊരു കിടിലമ്മയുണ്ട്. ഹേലി മാഡത്തെ വെള്ളം അടിച്ചിട്ട് വിളിച്ച് പറഞ്ഞില്ലേ അണ്ണാ, അതിന്റെ ഒരു കിടില് മാസ്റ്റർ പീസ് ഐഡിയ ആണ്. വണ്ടി ഹേലി മാഡം ഒക്കെ കേട്ടിട്ടുള്ളത് അണ്ണന്റെ ഈ ശബ്ദമല്ലേ? ഈ ശബ്ദം അണ്ണന്റെ. അതെ. ഹലോ ഹേലി. ഹായ് ഹേലി. ഈ ശബ്ദം ഇനിയും തൊട്ട് കുറച്ച് ദിവസം അണ്ണന്റെ ശബ്ദം ഇതാ. ഹേലി മാഡം. അണ്ണ എന്നെ ദൈവം എലിയാക്കി തരും. അണ്ണൻ എന്നെ ക്യാരി അടിച്ചാൽ മാത്രം മതി. ആരെല്ലാം ചോദിച്ചാൽ പെറ്റാന്ന് പറഞ്ഞാൽ മതി. അണ്ണൻ മിണ്ടുവേ വേണ്ട. ഹേലി മാഡത്തെ കാണുമ്പോഴും ഫോൺ വിളിക്കുമ്പോൾ സ്പീക്കർ ഇട്ടാൽ മതി, ഞാൻ സംസാരിക്കും. അണ്ണൻ പറയാ തൊണ്ടയ്ക്ക് ഒരു ഇൻഫെക്ഷൻ കാരണം കുറച്ച് ദിവസം എന്റെ ശബ്ദം ഇങ്ങനായിരുന്നു. ഒരാഴ്ചയായിട്ട് എന്റെ ശബ്ദം ഇങ്ങനെ. നേരത്തെ അങ്ങനെ വിളിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ മിസ്സിംഗ് ആണെന്നും കൂടെ പറഞ്ഞേ. നീ എന്നിട്ട് അവിടെ പോയി ചന്ദ്ര എവിടേക്കിന്ന്? ആണോ? ഞങ്ങളിത് മുതുക്കില് കറക്റ്റ് ഇസഡില് നിൽപ്പുണ്ട്. ഇസഡില് എലി എന്തോ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ ചെയ്താ ഡയറക്റ്റ് ജയിലാ. എനിക്ക് ഒരു സംശയമില്ല മോനെ, ഡയറക്റ്റ് ജയില്. അതെങ്ങനെ പിടിക്കണം? തൊണ്ടവേദന പറഞ്ഞ. എടാ അല്ല, ഇങ്ങനെ സൗണ്ട് മാറ്റിട്ട് ഇപ്പൊ എന്തിനു ചെയ്യാനാ? അതാണ് എന്റെ ചോദ്യം. അല്ല അപ്പൊ പറയണം ഇത് ഞാനല്ല പറഞ്ഞതെന്ന് പറയണം. എന്ത് ഇത്? എടാ മണ്ട, അത് ഇപ്പൊ തൊണ്ടവേദന വന്ന് ശരി, അന്നേരം വിളിച്ചപ്പോ എന്റെ ശബ്ദം തന്നെ അല്ലായിരുന്നോ? അപ്പൊ അത് പറയണം, അത് ഞാനല്ല, എന്റെ ഫോൺ മിസ്സിംഗ് ആയിരുന്നെന്ന് പറയണം. സംസാരിച്ചത് ഞാനല്ല. ഇത് കൊണ്ടുപോകൂടാ ഇത്. ചന്ദ്ര എനിക്ക് പേടി വരെ പോണായിരുന്നു. നീ വരുന്നുണ്ടോ? എനിക്കൊരു ചെറിയൊരു കേസുണ്ടടാ. ആ ചന്ദ്ര നീ വരണം. എടാ അത് പറഞ്ഞപ്പോഴ ചന്ദ്ര വരണം. വാ ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞുതരാം. വാ. എടാ ചന്ദ്രൻ വേണം. ചന്ദ്രൻ വന്നാലേ സെറ്റ് ആവത്തുള്ളൂ. എടാ കാരണം കുക്കൂനെ അവസാനമായിട്ട് കാണുന്നത് ഞാനും ചന്ദ്രനും കൂടാ. മനസ്സിലായ? നമുക്ക് ആദ്യം പോയി കാര്യങ്ങൾ എന്താന്ന് അറിഞ്ഞിട്ട് വരാം. വാ. ചന്ദ്ര, പ്രശ്നം എന്താന്ന് വെച്ചാൽ അന്ന് നമ്മള് കുക്കൂനെ കണ്ടില്ലേ? കുക്കൂനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അത് അവസാനത്തെ കാണലായിരുന്നു. സിറ്റിയിൽ പിന്നെ വേറെ ആരും അവളെ കണ്ടിട്ടില്ല. അവളുടെ അമ്മ നമ്മള് തട്ടിക്കൊണ്ടു പോയെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാനും നീ ഇവിടെ അണ്ണാ ഏകമാസം മതി, 2 മാസം വേണ്ട. അണ്ണന്റെ കാര്യം മാത്രം പറഞ്ഞത് ഇവിടെ സത്യം പറയാ, ഞാൻ തട്ടിക്കൊണ്ടുപോയെന്ന് ഞാൻ തട്ടിക്കൊണ്ടുപോയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സത്യല്ലേ അണ്ണ കൊച്ചിനെ തുറന്നു വിട്ടൂടെ? എടാ ചന്ദ്ര, ഞാനല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അവളെ പറഞ്ഞു വിടാനല്ലേ നോക്കിയത്. പിന്നെ ഞാൻ എന്തിനാ തട്ടിക്കൊണ്ടു പോണേ? പറഞ്ഞു വിടാൻ നോക്കിയുള്ള സത്യല്ലേ? അതെ. എവിടെ പറഞ്ഞിട്ടത്? അങ്ങനല്ല, അത് ഓൾറെഡി പറഞ്ഞു വിട്ടല്ലോ. അത് നമ്മൾ സോൾവ് ചെയ്ത കേസല്ലേ? ഹലോ സാർ. സാർ എന്റെ അടുത്ത് PD റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാൻ റിപ്പോർട്ട് ചെയ്തു. ഇനി തിരിച്ചു പോകട്ടെ? ഹെയ്ലി മേഡം ആണെന്ന് തോന്നുന്നു. ഹേലി മാഡത്തിനെ കണ്ടിട്ട് വേണം പോവാൻ. ഓക്കേ. ഹെയ്ലി മേഡം എവിടെ നിൽക്കുന്നത്? റേഡിയോ ഉണ്ട് സാറേ. ഹേലി മാഡം സിറ്റുവേഷനിൽ പോയിക്കാണ്. ഹെയ്ലി മേഡം
ഹെയ്ലി മേഡം ഹലോ Yes, sir. എന്തൊരു Yes, sir. മേഡം എന്താ ഒരു ഒരു ഭയങ്കര വിഷമമൊക്കെ പോലെ സംസാരിക്കുന്നത്? എന്ത് പറ്റി മേഡത്തിന്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? Nothing, sir. Come on. ആ പ്രശ്നങ്ങളൊക്കെ കുറയില്ലേ? മേഡം മറ്റേ കേസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നതേ. അത് നമുക്ക് അങ്ങ് ഇന്നങ്ങ് തീർത്തേക്കാം അതങ്ങ്. We'll solve it. Ah, We'll that- solve it. But we will need the other party as well, na? Is Amma there? Do you have Amma's number or anything? അയ്യോ എനിക്ക് അവരോട് യാതൊരു കോണ്ടാക്ട് ഇല്ലാത്ത ആൾക്കാരെ എങ്ങനെയാണ് മേഡം ഞാൻ അവരുടെ നമ്പറൊക്കെ എടുക്കേണ്ട ആവശ്യം? ഇപ്പൊ Of course. ഞാൻ അവരെ പുള്ളിക്കാരുടെ മോളെയും കണ്ടിട്ട് തന്നെ വർഷങ്ങളായി. കൈയടക്കില്ല നമ്മളുണ്ട്. ചന്ദ്ര ഈ കേസ് സോൾവ് ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. Okay, you guys should match your statements, otherwise it will be used against you itself. മേഡം ഞങ്ങൾ ഒരേപോലെ കള്ളം പറയാം. അയ്യോ ഒരേപോലെ സത്യം പറയാം ഒരേപോലെ സത്യം പറയാം. You are a Satyasandhan, sir. അതെ മേഡത്തിന് അറിയാലോ മേഡം, നമ്മൾ മറ്റേ കേസൊക്കെ കണ്ട ലാസ്റ്റ് ചന്ദ്രൻ ഏറ്റെടുത്ത് ഇവന്റെ തന്നെ കൊച്ചായിരുന്നു. ഞാൻ എത്ര വട്ടം പറഞ്ഞു മേഡത്തിൻ്റെ അടുത്ത് കള്ള തിരുവാലി കണ്ട അവൻ്റെ തന്നെ കൊച്ചായിരുന്നു. അതിന്റെ സംസാരം കേട്ട് അറിഞ്ഞൂടെ ഇവന്റെ ആണെന്ന്. ഞാൻ അന്നേ പറഞ്ഞു മേഡത്തിൻ്റെ അടുത്ത് ഈ കോടതിയും കേസൊന്നും വേണ്ട, അത് അവന്റെ തന്നെയാണ്. അവർ രണ്ട് BGM ഒക്കെ ഇട്ടങ്ങ് ഏറ്റെടുത്ത്. Yes, David, sir. ഹലോ Yes, sir. മേഡം ഞാൻ ഒരു കാര്യം പറയാം So മേഡത്തിൻ്റെ let's. Okay. മേഡം എനിക്ക് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അത്രയും ശക്തമാണ്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അത്രയും ജംബോ സർക്കസിൽ കൊണ്ടുവന്നിട്ട് Who is that monkey? മങ്കി അത് മൃഗശാല ചാടുന്ന ജനിച്ചപ്പോഴേ കുരങ്ങനാണ് അവൻ. എൻ്റെ അച്ഛനും ഇങ്ങനെ തന്നെയാണത്. മേഡം അല്ലല്ല ഞാൻ നിന്ന് പറഞ്ഞോളാം മേഡം. എനിക്ക് നിന്നാലേ മേഡം എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മേഡം ബാക്കിയുള്ള എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ശക്തമാണ്. എൻ്റെ ഇതിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല മേഡം. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. ഞാൻ അന്ന് മേഡത്തിനെ വിളിച്ച് പറഞ്ഞില്ലേ, അത് ഞാൻ വെള്ളം അടിച്ചതിൻ്റെ പേര് പറഞ്ഞതാ മേഡം. എനിക്ക് സത്യമായിട്ട് ഒന്നും അറിഞ്ഞൂടാ. ആ കൊച്ചിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കറിയത്തില്ല ആ കൊച്ചിനെ. But do you remember what all did you say? ഇല്ല ഞാൻ മേഡം ഞാൻ എന്താ പറഞ്ഞത് എന്നോടൊന്ന് പറഞ്ഞു തരുമോ? You want to hear the call recording or you want to hear by my side? കോൾ റെക്കോർഡിംഗ്. Call recording. Then you should give me 2 minutes. ഓക്കെ കണ്ണാപ്പി എണ്ണയ്ക്കോ 120 വരെ എണ്ണ. 1 2 3 വേണമെന്നില്ല, 4 1, 5 6 7 15, 8 9 10 11 12 ഡോണ്ട് ട്രസ്റ്റ് എനിവൺ. ഓ അത് 22 തന്നെ 23 24 അത് സാറേ നമ്മള് കാട്ടിലെ സ്കൂളിലൊക്കെ എങ്ങനെയാ പഠിപ്പിച്ചത്? 12 20 25 30 31 32 33 40 41 42 41 44 45 100 101 102 103 ഒരു കാട്ടിലെ സ്കൂളിൽ 30 എങ്ങനെയാ സാറേ പഠിപ്പിച്ചേ? സാറേ അവിടെ ഇവിടെ Okay, let me ഇതേപോലെ bring സാറേ your call പ്രൊഫസേഴ്സിന്റെ അവിടെ മൗഗ്ലിയാ പഠിപ്പിക്കുന്നത്. Sir, if you have some questions, just ask them. I'll be back. I'll bring the call recording. ഓക്കെ സാർ ചോദിച്ചോളൂ സാർ. Come in. ഇന്ന് ലോറിക്കകത്താണോ കോൾ റെക്കോർഡിംഗ് കൊണ്ടിരുന്നത്? സാറേ സാറ് 10-4 അങ്ങനെ കേസ് സാർ താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ താങ്ക് യു സാറേ വാഴക്കൊല്ല പഴം നോക്കിട്ട് വാങ്ങട്ടോ സാനിറ്റൈസർ. സാറേ പറഞ്ഞു സാനിറ്റൈസർ കഴിക്കട്ടെ. അല്ല സാറിന് കൊറേ റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നല്ലേ? അതെ ഒരു കൊറേന്ന് പറഞ്ഞ സാർ 1-2 ഒക്കെ ജീവിതത്തിൽ നമുക്ക് അതൊക്കെ ഉണ്ടാവുമല്ലോ സാർ. ആർക്കാണ് സാർ അതൊക്കെ ഇല്ലാത്തത്? പക്ഷെ ഞങ്ങൾക്ക് ഒരു കിട്ടുന്ന പരാതി എന്ന് വെച്ചാൽ ഈ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എല്ലാരും മിസ്സിംഗ് ആണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പരാതി. മനസ്സിലായോ? എല്ലാരും മിസ്സിംഗ് സാറേ. ഞാൻ ഒരു കാര്യം പറയാം. നെയിംസ് വെച്ച് പറയുവാണെങ്കിൽ അന്ന് പുള്ളിക്കാരൻ മീൻസ് അക്കുമ വന്ന് പറഞ്ഞ പേരുകള് 3 പേരുടെ. ഒന്ന് മിസ്റ്റർ വാട്ട് ഈസ് ഹെർ നെയിം? കൺമണി. വൺ മിസ്സസ് കൺമണി. അതേപോലെ തന്നെ ഏലിക്കുട്ടി, ഞാൻ അതിനുള്ള റിപ്ലൈ ഞാൻ പറയാം സാറേ. അതിനുള്ള റിപ്ലൈ പറയാം. കൺമണി മിസ്സിംഗ് ആണെന്ന് പറയുന്നു സാർ. കഴിഞ്ഞ ദിവസം ഒരു കേസ് ഉണ്ടായിരുന്നു. ഈ PD ഓഫീസേഴ്സ് അടക്കം എല്ലാവരും കോടതിയിൽ വന്നായിരുന്നു. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി അടുത്ത്. അപ്പൊ പുള്ളിക്കാരി അത് പറഞ്ഞായിരുന്നു ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷെ എലിക്കുട്ടി അതേപോലെ തന്നെ വാക്കത്തി അബ്ദു, ഐ തിങ്ക് എലിക്കുട്ടിയുടെ സഹോദരൻ എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അതേപോലെ തന്നെ എലി സിറ്റി വന്നല്ലോ. കണ്ണാപ്പി എലി സിറ്റി വന്നില്ല ഇന്നലെ?
പിന്നെ Ellie's എലി case അല്ലേലും is എല്ലാ clear. ദിവസവും ആ എലിയുടെ കേസും ക്ലിയർ ആണ്. ആ അപ്പൊ കുക്കു മാത്രമല്ല ഉള്ളൂ, കുക്കു മാത്രമേ ബാക്കിയുള്ളൂ. കുക്കു വാക്കത്തി അബ്ദു. ആ വാക്കത്തി അബ്ദു അതാര്? അല്ല 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 വാക്കത്തിനെ പ്രേമിച്ചിട്ടില്ല എന്റെ അണ്ണൻ. Okay, ഇവരെ David മൂന്നുപേരെ sir, പറഞ്ഞിട്ടുള്ളൂ. thank you so much, David sir. I'll clear the call recording, sir. നമ്മളെ വാക്കത്തി Okay, റെക്കോർഡ് എങ്ങനെ മാഡം ടി വി കാണുമോ എങ്ങനെ? What happened, sir? ഹലോ How? ആരാണ്? കാലിന്റെ ഫുട്സ്റ്റെപ്പ് കേട്ടോ. ഹലോ ഹലോ ഞാൻ കാട്ടില്ല, റേഞ്ചില്ല മിണ്ടല്ലേ കണ്ണാപ്പി? വാസു തന്നെയാണ് ഹെലി മേഡം. പറഞ്ഞോ. Are you drunk? മാഡം ഈ കേസുള്ളവനെ, അതായത് എവിടെ ഇറങ്ങിയാലും കേസ്. കഴിഞ്ഞ ആഴ്ച വരെ ഏതോ ഒരു പെണ്ണിനെ പേടിപ്പിച്ച് ഒരു കൊച്ചിനെ ഉണ്ടാക്കിയവനെന്നായിരുന്നു വാസുവിന്റെ പേര്. ഈ ആഴ്ച വാസുവിനെ എല്ലാരും അറിയപ്പെടുന്നത് മറ്റേ പെണ്ണ് കടത്തുന്നു. അടുത്ത ആഴ്ച ഞാൻ ചിലപ്പോ കൊലപാതകയായിരിക്കും, മയക്കുമരുന്ന്. എന്റെ ജീവിതം ഭീകരം തീരും മാഡം. എനിക്കത് കൂടുതൽ വേറൊന്നും പറയാനില്ല. എന്റെ ജീവിതം ഇങ്ങനെ തീർന്നോട്ടെ. എനിക്കതിൽ പരാതിയില്ല മാഡം. എല്ലാ കേസും ഞാൻ ഏറ്റു. കൊടിച്ച് ഞാൻ തല്ലിക്കൊന്ന് വെള്ളത്തിനകത്ത് താത്തി. 10-0-9-7 കുഴിച്ചിട്ട് കൂരെ അവളെ കൊന്നു കളഞ്ഞ്. എനിക്ക് അവളുടെ വർത്താനം ഇഷ്ടപ്പെട്ടില്ല. അവളെ കുഴിച്ചു മൂടി. 10-0-9-7 ഡീപ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോഡി ചിലപ്പോ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 10-0-9-7 ഡീപ് ക്ലീൻ ചെയ്ത് ബോഡി കണ്ടുപിടിച്ചിട്ട് പറയാൻ ഞാൻ സ്റ്റേഷനിൽ വന്ന് ഹാജരാവാം. ശിവ മേഡം വോയിസ് അല്ല ഇത് വിലക്ക് വെക്കാം, ഡയറക്റ്റ് വിലക്ക് വെക്കാം. അല്ല ഞാൻ പേടിയിലാണ്, ഒരു കേസിന്റെ കാര്യത്തിലാണ് ഞാൻ വിളിക്കാം. ഇത് മാഡം പറയുന്നതായിരുന്നു നല്ലത്. മാഡം So that's what I asked if you want call recording. മാഡം or you want ഞാൻ ഒരു കാര്യം പറയാം, statement. അത് ഞാൻ കംപ്ലീറ്റ്ലി വെള്ളം അടിച്ചതിന്റെ പുറത്ത് പറഞ്ഞ മാഡം. 10-0-9-7 എന്ന് പറയണ ഒരു സ്ഥലം നമ്മുടെ ഇവിടെ ഇല്ല മാഡം. It is there, sir. 10-0-9-7 എവിടെ ഉണ്ട് മാഡം? 1-0-0-9-7 and 10-0-9-7 are same. 10-0-9-7 is it's near Candy. It is near Bukaner Way. Yeah. മേഡം അങ്ങനെയാണ് അവിടെ കുഴിച്ചു നോക്കണം മേഡം, അവിടെ ഒന്നും ഉണ്ടാവില്ല. Okay, if we believe you that it was you were drunk and you said that statement. മേഡം it is ഞാൻ fine. എന്റെ മെന്റൽ ഫ്രസ്ട്രേഷന്റെ പുറത്ത് പറഞ്ഞതാ മേഡം. കാരണം മേഡം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസം ഒരു കേസ്, അടുത്ത ദിവസം വേറൊരു കേസ്, ജീവിതം വെറുത്ത് അതിന്റെ പുറകെ നടന്ന് അപ്പം മേഡം വിളിച്ച സമയത്ത് ഞാൻ അന്നാരത്തെ ഒരു ഇതില് മേഡം ഞാനാണെങ്കിൽ ഒരു കൊച്ചിന്റെ കൂടെ ഡേറ്റിന് പോയേക്കുമായിരുന്നു. അപ്പോ Which coach, sir? താര You drunkly went to the date or before that? ഞങ്ങള് ഒരുമിച്ച് പൊക്കോണ്ടിരുന്ന സമയത്ത് ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിട്ട് അവൾ ഒരു പെഗ് അടിക്കുമോന്ന് ചോദിച്ചപ്പോ ഞാൻ കുറെ വാരി കുടിച്ചു മേഡം, കുപ്പിയായിട്ട്. അന്നേരം സാർ 4-5 കുപ്പി അടിച്ചു സാർ. ബിയറും വിസ്കിയും അതും ഇതും എല്ലാം കൂടെ എന്തൊക്കെയോ വാരി അടിച്ചു സാർ. ഹാങ് ഓവർ മാറാൻ തന്നെ 2 ദിവസം എടുത്തു സാർ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോയിടിയിൽ വന്നത്. സത്യം പറയാലോ, ഹാങ് ഓവർ മാറാൻ തന്നെ നല്ല സമയം എടുത്ത്. ഹലോ മേഡം, ഒരാളെയും കൂടെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ട് മേഡം. ഞാനൊന്ന് വിളിച്ചോട്ടെ. ഹലോ പീഡി എവിടാ പണ്ണേ നിനക്ക്? പീഡി എവിടാന്ന് അറിഞ്ഞൂടാ നിനക്ക്? 7242 പീഡി. Madam? Sir, turn your phone in flight mode. Oh. Okay, from the first, I'll explain the case. Huh? Okay, madam. How it is stated by the way, your Babu and Sarak along with Tara came to me near the jewelry shop. I was in a case. And they came asking regarding the report, and they told me that Tara has been appointed your personal PA, your personal assistant. So they were asking me about the case, about Kuku's
Kuku's case, what is the case, and how many whatever. Yoko bro, thank you so much for the 400 rupees. Amma told everything I mentioned, including that Amma mentioned something. Amma mentioned that 1.5 years ago, Parindu Asu came to Akuma asking Kuku's hand for marriage. Akuma Kuku's mother. ഓ അതാണല്ലേ ആ അമ്മയുടെ പേര് അങ്ങനെയായിരുന്നു കണ്ണാപ്പി. നമുക്ക് അധികം പരിചയമില്ലാത്തതുകൊണ്ട് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷേ പുള്ളിക്കാരി പറഞ്ഞത് പുള്ളിക്കാരിയുടെ ഒരു മകൻ നിങ്ങളുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. ആ മകനെ പരിചയമുണ്ട്, അമ്മയെ പരിചയമില്ലായിരുന്നു. മകനെ പരിചയമുണ്ട്. അമ്പത്തൂർ സിംഗം. Ambattur Singham is her son. Okay. And Kuku is adopted or what? Like, what do you know about that? അതൊന്നും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എങ്ങനെ അറിയാൻ പറ്റും മേഡം എനിക്ക്? അണ്ണാ കുക്കുവിന്റെ കാര്യം അതാ പറഞ്ഞേ, കുക്കുവിന്റെ കാര്യം എനിക്കെങ്ങനെ അറിയാൻ പറ്റും മേഡം? അത് അഡോപ്റ്റഡ് ആണോ അവരുടെ മോളാണോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരു പിടുത്തവും ഇല്ല മേഡം. കുക്കുവിനെ വളരെ റെയർലി മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ മേഡം. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ലാസ്റ്റ്, അതായത് ഞാൻ അവസാനമായി കുക്കുവിനെ കാണുന്നതിൻ്റെ അന്ന് ഒരു വട്ടം കണ്ടു. അതിന് മുമ്പ് ഒരു 2 മാസം മുമ്പ് ഞാൻ കണ്ടു. ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ശബരിമല പോകുന്ന ദിവസം ചന്ദ്രനും ഉണ്ടായിരുന്നു കൂടെ. ചന്ദ്രനും കുക്കും കൂടെ അന്ന് കുറച്ച് റോങ് കോൺവെർസേഷൻ ഒക്കെ ആയ ദിവസമായിരുന്നു. ചന്ദ്രൻ നീ നിങ്ങൾ രണ്ടുകൂടെ അടിയായ ദിവസം ഇല്ലേ? നമ്മള് നമ്മള് 3 പേരുടെ കണ്ടായിരുന്നു. അപ്പൊ ചന്ദ്രനാണ് കുക്കുവിന്റെ അടുത്ത് കുറച്ച് സീനൊക്കെ ആയി. കുക്കുവിന്റെ കല്യാണക്കാര്യം സംസാരിക്കുവായിരുന്നു നമ്മള്. അപ്പൊ ഞാൻ പറയട്ടെ എല്ലാ കാര്യങ്ങളും. First thing, did you ask Akuma Kuku's hand for marriage? Did you promise Akuma for Kuku? അതെ, ചന്ദ്രൻ കെട്ടാന്നൊരു പ്ലാൻ നമ്മൾ അപ്രൂവ് ചെയ്തായിരുന്നത്. പക്ഷെ അന്നേരത്തേക്ക് അലീനെ PC ഒക്കെ വാങ്ങിച്ച് തിരിച്ച് സിറ്റിയിൽ വന്ന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അല്ല മേഡം, ഈ അക്കുമയ്ക്ക് പരാതി ഇല്ലെങ്കിൽ ഈ കേസിന് വാലിഡിറ്റി ഉണ്ടോ? PC എന്ന് പറഞ്ഞാൽ മേഡം എന്താ ഇത് PC പോലീസ് കോൺസ്റ്റബിൾ അല്ലല്ല അതല്ല മേഡം. അത് മോഹൻലാലിന്റെ ബുദ്ധി വരും. Next, this Akuma told me that Vasu has dated so many girls and he uses the girl. He for time pass or what? Her statement was like that. He makes girlfriend for his own purpose. ഇതെന്താണ് മാഡം ബൈക്ക് ഒക്കെ പറയുന്ന പോലെ യൂസേഴ്സ്? Let me complete. This is not my statement. This is not my statement. It is what this is Akuma's statement. I am stating that to you. I will give you the statement itself. Wait. Okay. That will be better. Okay. And moreover, she has mentioned several other things also, that along with Chandran, Ali and Vakatyabu also came. And Chandran, yes, Chandran, you introduced Ali and Vakatyabu to Akuma. Yes. For like telling them that Ali is already like living in relationship with Vasu. You should not trust Kuku should not trust Vasu for marriage and all. This all statement is written in that. Sir, you can open the docs. Madam, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇനി മാഡം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കും മാഡം. Okay, sir. മാഡം, ഞാൻ കുറേ പെമ്പിള്ളേരുടെ പുറകെ നടന്നിട്ടുണ്ട്, എൻ്റെ പുറകെ കുറേ പെമ്പിള്ളേർ നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ എന്ന് കരുതി മാഡം പറയുന്നത് പോലെ അമ്മ പറയുന്നത് പോലെ ഒന്നും യൂസ് ഒന്നും ചെയ്തിട്ടില്ല മാഡം. മാഡം നോട്ട് പറഞ്ഞു, അമ്മ പറഞ്ഞതുപോലെ യൂസ് ഒന്നും ചെയ്തിട്ടില്ല മാഡം. ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പേ അല്ല. യൂസ് എന്ന് ഉദ്ദേശിച്ച് ചിലപ്പോ ഫോമിലേക്ക് സംസാരിക്കുന്നൊക്കെ ആയിരിക്കാം. അങ്ങനാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് മാഡം. യെസ്, ഐ യൂസ്ഡ് ദം. അങ്ങനാണെങ്കിൽ, അല്ലാതെ വേറെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മാഡം. സത്യം പറയാം, ഒന്നാമത്തെ കാര്യം അത്. അല്ല, ഇതിപ്പം കേസായിട്ട് എങ്ങനെ പോകും? ഇത് വിശ്വാസവഞ്ചന എന്നുള്ള കേസാണോ മാഡം? ഞാൻ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ മാഡത്തിന്. ഞങ്ങളാരും അധികം അങ്ങനെ കണ്ടിട്ട് പോലും ഇല്ല ഈ കുക്കുവിനെ. മാഡം, ഞാനൊരു കാര്യം പറയാം മാഡം. ഈ കുക്കുവിന് വേറെ ഏതോ സിറ്റിയിൽ എന്തോ വലിയ പരിപാടിയുണ്ട്, മനസ്സിലായോ? ഈ സിറ്റിയിൽ അതിനെ കാണാറില്ല. ആണ്ടിലൊരിക്കൽ വന്നതിൻ്റെ അന്നാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത്. ലാസ്റ്റ് കണ്ടു പോയി. അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല മാഡം. ചിലപ്പോൾ ഇനിയും പറയട്ടെ, ഞാൻ പറയുന്നേക്ക് മാഡത്തിൻ്റെ അടുത്ത്, കുറേ മാസങ്ങൾക്ക് ശേഷം കുക്കുവിനെ കാണുന്നത് ഞാൻ അന്ന് ലാസ്റ്റ് കണ്ടതിൻ്റെ അന്നാ. അതുപോലെ തന്നെ ഇനിയും വരാൻ സാധ്യതയുണ്ട് മാഡം. ഇനി വന്നില്ലെങ്കിൽ എന്നെ പിടിച്ച് ജയിലിലിട്ടോ. അല്ലാതെ ഞാൻ എന്ത് പറയാനാ മാഡം? ഒരു പ്രോപ്പർ ഇതുമില്ല. കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ എങ്ങനെ അതിൻ്റെ പേരിൽ അക്യൂസിഷൻ ആക്കും? ഇവിടെ എന്ത് ക്ലിയർ പ്രൂഫ് ഉണ്ട് മാഡം? Of course, no proof. Yes. But it is our duty to question you, right? Yeah. One more thing. I have interrogated Sarak, Ryan, Babu also separately. Alone loan statements I have done. So I have to
do that to you as well. Oh. I have to ask several questions to you as well. The same question I have asked to Sarak Babu and അവരെന്താ പറഞ്ഞേ സരക്കും ബാബുവും? that I cannot mention. It's a smart move, but I cannot mention. Your statement and their statement should match. So come on, let's do that. David sir, Mikhail sir, question. അതല്ല വാസന സിറ്റിയിൽ പക്ഷെ സിറ്റിയിൽ എന്തോ ഒരു ആമ്പുള്ളാര് മരിച്ചു വീഴുന്നുണ്ടാണ്. Kannapi and Chandra. അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. Question them same questions which I asked Sarak Babu. Come sir, Vasu sir. അല്ലേ അതൊക്കെ കേസ് ആവുന്നുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഒരു എന്നെ പോലെ ഒരാൾ അവിടെ മരിച്ചു. മേഡം എന്താ പറഞ്ഞ? ഞാൻ അങ്ങോട്ട് പോണോ അതോ ഇങ്ങോട്ട് വരണോ? അല്ല നിങ്ങൾ മാഡത്തിന്റെ ഹൈലി മാഡത്തിന്റെ കൂടെ നിങ്ങൾ സാറ് Sir, that is the recording room. We'll go there. Come. Hello, Heli madam. Please be seated inside on that stool. ഇരിക്കാൻ പറ്റുന്നില്ല മേഡം. It is fine if you stand. It is fine. Yes sir. Yes sir. What happened? എന്തൊരു സെറ്റപ്പ് ഇതൊക്കെ. Yes sir. So, how was your behavior? How does your family members behave with you? It is fine. If you sit, you can just stand. We'll just stand. മാഡം ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഭയങ്കര പാവമാണ് മാഡം. നമ്മളെല്ലാം ഒരു ഫാമിലി പോലെ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. No, how does they behave with you? എൻ്റെ അടുത്ത് നല്ല സ്നേഹമാണ് അവർക്ക്. ചില സമയത്തൊക്കെ ഇങ്ങനെ ഇത് പറയണല്ലോ. ബാബു ഒക്കെ ഒരു വിഷമാണ്, ഇടയ്ക്കൊക്കെ വിഷ സ്വഭാവമാണ്. Did you give him money for his work? Is he your like he calls you Moilali, right? അതെ 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 അതെ. അവനും അവന്റെ കുടുംബത്തിനെ എല്ലാം ഞാൻ തന്നെ നോക്കണം മാഡം. Is he your worker? Yeah. Or your family? പണിക്കാരനാണ്. Okay. Do you know how do you behave while you're drunk? വെള്ളം അടിച്ചാൽ എനിക്ക് ഒന്നും ഓർമ്മയില്ല മാഡം. No, like will you just speak the truth or whatever you blabber whatever you ഇല്ല, want? വെള്ളം അടിച്ചാൽ ഞാൻ വായി തോന്നൊക്കെ ചിലവല എന്ന് പറയും മാഡം. അല്ലാതെ ഞാൻ സത്യങ്ങൾ വെള്ളം അടിച്ചാൽ ഞാൻ സത്യമേ പറയത്തില്ല. വെള്ളം അടിച്ചാൽ ഞാൻ മൊത്തം കള്ളവേ പറയത്തുള്ളൂ. മൊത്തം കള്ളവ പറയണം വെള്ളം അടിച്ചു കഴിഞ്ഞാൽ. വെള്ളം അടിച്ചാൽ അംബാനി എൻ്റെ ഫ്രണ്ടാണ്, ഷാരൂഖ് ഖാൻ നമ്മുടെ ഇന്നലെ ഷാരൂഖ് ഖാൻ്റെ കൂടെയാണ്. ഇതൊക്കെയൊക്കെ ഞാൻ പറയാറുള്ളൂ. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതേ പറയാറുള്ളൂ. And മാഡം എക്സ്ക്യൂസ് മീ, മാഡം ഒരു താരാദാസ് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത്. take her in that ഇവിടെ room. നിൽക്കുന്നുണ്ട് ക്യാബിന്റെ പുറത്ത്. Take her in that room. എങ്ങോട്ടാ മാഡം? ആരുടെ കാര്യം പറഞ്ഞത് മേഡത്തിന് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു കേട്ടാ. I will tell you one statement. Yeah. I am wearing a mala for 10 years. Till 10 years I'm not going to marry, not going to date anyone, not going to touch any woman. Did you remember this statement? Did you remember that you have said this statement to someone? എന്റെ പൊന്നു മേഡം, ഇതൊക്കെ അവര് വന്ന് പറഞ്ഞോ? Sir, it is written in the report, sir. It is all written in the report. മേഡം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാ മേഡം. Okay. Why, sir? When you promise a girl, why did you? You can be honest to me. You have to be, because if you want to close this case, you have to be honest. Yes. സത്യം പറയാം മേഡം, സത്യം പറയാം. മേഡം, മാസങ്ങൾക്ക് മുമ്പാണ് ഈ കുട്ടിയെ ഞാൻ അവിടുത്തെ സിറ്റിയിൽ കാണുന്നത്. സിറ്റിയിൽ കാണുമ്പോൾ ഡെയിലി സിറ്റിയിലുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും എന്നോട് സംസാരിക്കുമായിരുന്നു, എൻ്റെ അടുത്ത് വരുമായിരുന്നു, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. അപ്പോൾ മേഡം ആണെങ്കിൽ തന്നെ ആലോചിച്ച് നോക്ക്, നമുക്ക് കിട്ടാത്ത കെയറൊക്കെ ഒരാളുടെ അടുത്തു നിന്ന് കിട്ടുന്ന സമയത്ത് അവരോട് നമുക്കൊരു ഇഷ്ടം തോന്നുമല്ലോ. അങ്ങനെ ഒരു ഇഷ്ടം എനിക്കും തോന്നിയായിരുന്നു മേഡം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഈ കുട്ടി അങ്ങ് ഡിസപ്പിയർ ആയി. ഇപ്പം ഡിസപ്പിയർ ആയതുപോലെ. എന്നിട്ട് ഞാൻ ഡിപ്രഷനിലായി. ഞാൻ ഡെയിലി തിരക്കും, ഞാൻ ഡെയിലി മെസ്സേജ് അയക്കും, ഒരു റെസ്പോൺസ് ഇല്ല, റിപ്ലൈ ഇല്ല. അങ്ങനെ ഒറ്റയ്ക്കായി മാഡം. നമ്മളിങ്ങനെ ഒറ്റയ്ക്കാവുമ്പോൾ നമ്മൾ അതിനകത്തോട് അഡാപ്റ്റീവ് ആവത്തില്ലേ? ഒരു സമയം വരെ നമ്മൾ പുറകെ പോകും. അത് കഴിയുമ്പോൾ എന്നിട്ടും ഒരു റെസ്പോൺസ് ഇല്ലെന്ന് അറിയുമ്പോൾ നമ്മൾ ആ സിറ്റുവേഷനിലോട് അഡാപ്റ്റീവായി മൂവ് ഓൺ ചെയ്യൂലേ? അങ്ങനെ മൂവ് ഓൺ ചെയ്ത് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് അമ്മ പ്രത്യക്ഷപ്പെടുന്നു, ആ കുക്ക് പ്രത്യക്ഷപ്പെടുന്നു, പഴയ കല്യാണത്തിൻ്റെ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുന്നു. ഞാനപ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം മാഡം? Suddenly they came.
here. സഡൻലി weeks back, സഡൻലി അല്ലെങ്കിൽ എൻ്റെ കൂടെ സ്വർഗരാജ്യത്ത് നടന്നിട്ടുള്ള അല്ലെങ്കിൽ സംസാരിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിച്ചു തരാൻ പറ മാഡം. നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ കൂടെ എൻ്റെ കൂടെ നടക്കുകയും എൻ്റെ കൂടെ സംസാരിക്കുകയും ചെയ്ത എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ പറ മാഡം. സഡൻലി പെട്ടെന്ന് ഒരു ദിവസം വരുന്നു, ഞാൻ മാല ഇട്ടിരുന്ന സമയത്ത് ഞാൻ ശരിക്കും ശബരിമലയിൽ പോകാൻ വേണ്ടി മാല ഇട്ടിരുന്നു. പക്ഷേ ജീവിതകാലം മൊത്തം പോകാമെന്നല്ല പറഞ്ഞത്, ആ ഒരു മാസം പോകാൻ വേണ്ടി മാല ഇട്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് കല്യാണം കഴിക്കാൻ പറഞ്ഞ മാഡം എങ്ങനെ കല്യാണം കഴിക്കും? അപ്പോൾ ഞാൻ ജീവിതകാലം മൊത്തം മാല ഇടുവാണെന്ന് അവരോട് അങ്ങ് പറഞ്ഞു മാഡം. എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം എന്നെ ഇട്ടിട്ട് കളഞ്ഞിട്ട് പോയ ഒരു പെങ്കൊച്ചുമായിട്ട് മുന്നോട്ട് പോയാൽ എനിക്ക് പേടിയുണ്ട്. ഞാൻ നാളെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കുമ്പോൾ ഒരു ദിവസം ഇവളങ്ങ് പോയാൽ എന്ത് ചെയ്യും? മാഡത്തിനെ പോലെ ആയിരിക്കില്ലല്ലോ എല്ലാവരും. മാഡം ഇപ്പം ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ജോലി തന്നെ മാഡം ഈ കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ മാഡത്തിനെ പോലെ ഒരാളെ കല്യാണം കഴിച്ചാൽ ആ റിയൽ ലൈഫിൽ ആ ലൈഫിൽ എന്തൊരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും ആ ആളിനോടൊന്ന് മാഡം കാണിക്കാൻ പോണേന്ന് ആലോചിക്കുമ്പോൾ തന്നെ കൊതിയാവുന്നു. അങ്ങനത്തെ ആൾക്കാരൊക്കെ കിട്ടാൻ പാടാണ് മാഡം. Sir, I'll be sending 2 numbers. Just trace the call recordings, whatever available. Yep. One is Vasu's and one is Kuku's numbers. Thank you. Okay. For your information, we'll be tracing your calls. Yes. Trace ചെയ്യണം മാഡം. And SIM card locations as well. Sure. ചെയ്യണം മാഡം. ചെയ്യണം. Let me send them the numbers. Okay. Meanwhile, you can tell me, who was your first girlfriend? Who is Ammukutti? Do you have any son or daughter through her? ഇല്ല മാഡം, അമ്മുക്കുട്ടി എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു. അമ്മുക്കുട്ടി കാർലോയെ കല്യാണം കഴിച്ചു പോയി. അവർക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞുണ്ട്, ടിൻറ്റു മോൻ. പക്ഷേ ഞാൻ എന്നെ സ്വന്തം മോനെ പോലെയാണ് കാണുന്നത്. So he is not your son? എൻ്റെ മോനല്ല, കാർലോയുടെ മോൻ. Are you sure? Yes. Okay. Akuma has mentioned Ammukutti was your girlfriend in another city and you have a son through her. എൻ്റെ മോനല്ല. Okay. താഴെ കാണുന്ന So she is പച്ചയാണ് married? സത്യം. അത് പച്ചകളുടെ തന്നെയാണ്, എൻ്റെ അല്ല. Okay, sir. That is done. Now, second thing, who is Susan? What kind of relation did you had? And was it a physical relationship? അങ്ങനൊന്നും പറയല്ലേ മാഡം. അതും എൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. Okay. പക്ഷെ മാഡം പറഞ്ഞല്ലോ മാഡം, എനിക്ക് ഗ്യാങ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഞാനും സൂസനും ഒരുമിച്ച് കുറേ നാൾ ഫാമിലി, എൻ്റെ വീടിൻ്റെ എൻ്റെ തറവാട്, അതായത് തക്കുടുവാവ അതോ ലോകം, അത് കഴിഞ്ഞിട്ടേ ലോകത്ത് എനിക്ക് എന്തും ഉള്ളൂ. ഞാനും സൂസനും റിലേഷൻഷിപ്പ് ആയ സമയത്ത് സൂസൻ ആ സമയത്ത് സിറ്റിയിലെ പ്രമുഖ വേറൊരു ഫാമിലിയിലെ മോളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ശത്രുക്കളുമായിരുന്നു. അപ്പോൾ ഡെയിലി ഈ കോൺവെർസേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ പേരിൽ റോങ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് അവൾക്ക് എന്നെയും കളയാൻ പറ്റത്തില്ല, അവളുടെ ഫാമിലിയെയും കളയാൻ പറ്റത്തില്ല എന്നൊരവസ്ഥ വന്നപ്പം എനിക്ക് കളയേണ്ട വന്നു മാഡം. ആ സമയത്ത് ഒരു പെങ്കൊച്ചിനെ ഞാൻ നോക്കാറില്ല. എനിക്ക് എൻ്റെ ഗ്യാങ് ആണ് അൾട്ടിമേറ്റ്. അത് പെണ്ണ് പോയാലും തല പോയാലും ടി വിക്ക് മുകളിൽ പരുന്തു വസുവിന് വേറെ ഒന്നുമില്ല മാഡം. Okay, sir. I'm really sorry that I'm asking your past. Just because Akuma mentioned this, and I know that this is other cities and other stational problems, but still, just because Akuma has mentioned all these things, I have to ask this. I understand the barriers, but still, I have to ask this. And Kanmani next. What about Kanmani? What is the PA thing? Do you have any relationship with him? Like I have heard you and Kanmani are found outside the Oyo, which you had. മാഡം കൺമണി ഭയങ്കര കൺമണിയില്ലേ, അവൾ കള്ളി. അവൾ PA ആന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയിട്ട് എൻ്റെ സ്വത്ത് എഴുതിക്കൊണ്ട് പോകാനുള്ള പരിപാടിയായിരുന്നു. അതുകൊണ്ട് മാഡം എനിക്കത് മനസ്സിലായി. PA ആയിട്ട് കൂടിയിട്ട് എല്ലാ ദിവസവും എൻ്റെ ഡോക്യുമെൻറ്റ്സും ഡീറ്റെയിൽസും എല്ലാം ഡീൽ ചെയ്ത് അവൾക്ക് എൻ്റെ സ്വത്ത് എത്ര ഉണ്ടെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ അവൾ പെണ്ണുമുള്ളയായിട്ട് അഭിനയിക്കാൻ തുടങ്ങി നാട്ടുകാരുടെ മുമ്പിൽ. അന്ന് ഞാൻ കിണ്ടിയതാണ്. അവൾ കള്ളിയാണ്, അവൾ എൻ്റെ കൂടെ അല്ല, അവൾ ലിങ്കൻ സാറിനെ അറിയാമോ മാഡത്തിന്?
No, sir. ആ പാട്ടൊക്കെ പാടുന്ന ഒരു ലിങ്കൻ എന്ന് പറഞ്ഞൊരു ഒരാളുണ്ട് കേട്ടോ മാഡം. ലിംഗത്തിൻ്റെ കൂടെയായിരുന്നു. മഹാലിംഗ സാറല്ലേ ഉദ്ദേശിച്ചത്? വേറൊരു ലിങ്കൻ ഉണ്ടായിരുന്നു ഇവിടെ. ആ ലിങ്കൻ്റെ കൂടെയായിരുന്നു. ലിങ്കൻ ഞാൻ എപ്പോൾ സിറ്റി വന്നാലും എൻ്റെ കൂടെ വരത്തില്ല, ലിങ്കൻ്റെ കൂടെ പാട്ടും പാടി നടക്കും. അന്ന് ഒഴിവാക്കി വിട്ടതാ മാഡം. എന്നെ ചതിച്ചതാ, അല്ലാതെ ഞാൻ ചതിച്ചിട്ടില്ല മാഡം കൺമണിയെ. Okay. And of course, you won't have any papers that you appointed her as PA. Yes, I have papers. You don't, right? I have. You have papers? Yeah. Okay. Can you, at last, you have to transfer that papers? Yeah, paper തരാം മാഡം, paper തരാം. Okay. Now you have? ഇല്ല ഇപ്പോൾ ഇല്ല മാഡം. അണ്ടി ഓഫീസിലിരിക്കും, അപ്പോൾ എടുത്തിട്ട് വരണം. And Tara's PA contract as well. അതെന്തിനാണ് മാഡം? താര ഈ കേസിലില്ലല്ലോ. ഹലോ, Tara is not in the case, but Sarak sir came, and as I said, I have told everything. Oh. I have told each and every point, including that Amma told you should not trust a person like Vasu. മാഡം So ഈ it is all. സിറ്റിയിൽ ഇത്രയും സത്യസന്ധനായിട്ടുള്ള ഒരാൾ വേറെ ഇല്ല മാഡം. വേറെ ആരെങ്കിലും ആണെങ്കിൽ മാഡം ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാഡം ഇപ്പോൾ പോലീസുകാരൊക്കെ കൈവച്ച് പോയി ഇടിച്ച് തൊലച്ച് എന്തൊക്കെ ചെയ്തിട്ട് വേണം സത്യം പറയാൻ? ഞാൻ അല്ലാതെ എല്ലാ സത്യവും പറഞ്ഞില്ലേ മാഡം? ഞാൻ ചെയ്ത എല്ലാ കള്ളത്തരങ്ങളും സത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ? You made a PA, na? So for Tara's safety, I'm telling. I want that. നാളെ document. സാരക്ക് ഈ ഗതി വരരുത് എന്നുള്ള ഉദ്ദേശം. Yes. So for Tara's safety, I would like to ask you. It doesn't mean that you are going to do something to Tara. That doesn't mean anything. Just for a proof and security, you have to give me the document. മാഡം ഞാൻ ഒരു സത്യം കൂടെ പറയട്ടെ എന്നാ മാഡത്തിൻ്റെ അടുത്ത്. Okay. മാഡത്തിനെ വിളിച്ച് ഞാൻ കള്ളത്തരം പറഞ്ഞതുപോലെ ഞാൻ ആ വെള്ളത്തിൻ്റെ പുറത്താണ് താരെ PA ആയിട്ട് അപ്പോയിൻ്റ് ചെയ്തത്. കൺമണിയെ പോലെ ഒരാൾ Tara is വന്നു. not your PA? അല്ല, കൺമണിയെ പോലെ ഒരാൾ വന്ന് PA എന്ന് പറയണ ഒരു സ്ഥാനം എന്നെ വെറുപ്പിച്ച്, അതായത് എൻ്റെ കള്ളത്തരം കാണിച്ച് സ്വത്തടിച്ചുകൊണ്ട് പോകും. അതുപോലെ സ്വത്തടിച്ചുകൊണ്ട് പോകുക ഒരാളും കൂടെ വരുമോ എന്നുള്ളത് കൊണ്ട് എനിക്ക് PA ആക്കാൻ പേടിയാണ്. താരെ ഞാൻ അറിയാതെ റിക്രൂട്ട് ചെയ്തതാ വെള്ളത്തിൻ്റെ പുറത്ത്. Okay, sir. So she's your girlfriend and not PA. ഗൾഫ് മാഡം ഇങ്ങനത്തെ കാര്യങ്ങൾ You told me na that you dated ഡേറ്റ് her. ചെയ്തെന്ന് പറഞ്ഞ് ഗേൾ ഫ്രണ്ട് ആവൂലല്ലോ മാഡം. ഞങ്ങൾ രണ്ടുകൂടെ ഒരുമിച്ച് പുറത്തു പോയി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, വേറൊന്നുമല്ല. Oh, okay, sir. Okay, sir. Sorry, sir. Not a girlfriend, just ആരാ you dated. And Discord what should I register her? Because these statements I have to write. മാഡം താര ഇപ്പൊ കറന്റ് എൻ്റെ ഫ്രണ്ടാണ് മാഡം. Friend. Okay. We have Ellie. What about Ellie? Story of Ellie. എന്ത് കള്ളത്തരം പറയാ. എലിയോ മാഡം ഭയങ്കര ശല്യമായിരുന്നു. ഞങ്ങൾ ഈ ഇടയ്ക്കാണ് പിന്നെ മറ്റേ ആൾക്കാരെ വിളിച്ച് വീടൊക്കെ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്തപ്പം എല്ലാം സെറ്റായി ഗ്യാങ് ഹൗസിൽ. ഇപ്പം Sir, not Chuchu Ellie. Ellie കുട്ടി. ഓഹോ, ആ കുട്ടിയുടെ കാര്യമാണോ? ഓക്കെ. അതായിരുന്നല്ലേ. ഓക്കെ. എലിയുടെ കാര്യം പറയണേ മാഡം. എനിക്ക് അറിഞ്ഞുകൂടാ മാഡം, ഇതൊക്കെ എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയി മാഡം. Sir, I'm feeling very bad for you. You should search someone who will always be with you. മാഡം എല്ലാവരും ഇട്ടിട്ട് പോയോണ്ട് മാഡം വിചാരിക്കും തെറ്റ് എൻ്റെ ഭാഗത്താണെന്ന്. പക്ഷെ അല്ല, എല്ലാവരുടെയും പ്രശ്നമാണ് മാഡം, എൻ്റെ പ്രശ്നമല്ല. They left you. മാഡം ഞാനൊരു കാര്യം പറയട്ടെ, എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ മാഡം. ഞാൻ ആരെങ്കിലും പ്രേമിച്ചാൽ എനിക്ക് സെറ്റാവുന്നത് വരെ അവർ ഡെയിലി വരും. സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ സിറ്റി കാണത്തില്ല മാഡം. അറിഞ്ഞൂടാ മാഡം എന്തിനു പറയാൻ. പന്നിത്തോട്ടം കുറേ ഏക്കറൊക്കെ ഉള്ള ആരാണ്ടോ വന്നെന്ന് പറഞ്ഞ അവള് കഴിഞ്ഞ മാസം 3 മാസം മുമ്പ് പോയതാ. എന്തിനു ചെയ്യാൻ പറ്റും മാഡം? Okay, so that is fine. So just mention what was the relationship. What kind of relationship? ഞങ്ങൾ തമ്മിൽ. And does she had any mental problems? അവക്ക് മെന്റൽ പ്രോബ്ലം ഉണ്ട്. അവക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത്. Okay, that's it. Thank you so much for cooperating. Come. Thank you madam. Come, sir, come.
മേഡത്തിന് എന്തോ ഒരു കോപ്പറേഷൻ കണ്ട് ക്ഷീണിച്ചേട്ടാ. What about the statement? Okay. Vasu, if you show some Kurtagate na, I will transfer Velu here. അയ്യോ വേലുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുന്നതാണ് മേഡം നല്ലത് ഇവിടെ. So you don't show Kurtagate, sir. ചുമ്മാ എന്തിനാണ് വീട്ടിൽ ആൾക്കാരുടെ എണ്ണം കുറയ്ക്കണേ? നമ്മുടെ വേലു സാറ് വരണം, എല്ലാം ശരിയാവുള്ളൂ. Of course. വേലു സാർ വരണമെന്നുണ്ടെങ്കിൽ മേഡം അവനെ നോക്കിക്കോളാന്നുണ്ടെങ്കിൽ ഞാൻ മേഡം കൊണ്ടുവരാൻ പറയാം മേഡം. ഞാൻ ഇങ്ങോട്ട് വരാൻ പറയാം മേഡം. മേഡം നോക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാൻ പറയാം. ഭയങ്കര പ്രശ്നമാണ് സാറേ. അല്ല വേലു സാർ വരുവാണ് ഉണ്ണിക്കണ്ണ സാറും പറഞ്ഞത്, എന്നാലേ കറക്റ്റ്. അതിന്റെ ആവശ്യമില്ല. ഉണ്ണിക്കണ്ണ സാറും വരട്ടെ. ഉണ്ണിക്കണ്ണ സാറും വരട്ടെ. Unnikandan sir suspended because giving some money to someone. Leave it. That is not the concern. But yes, don't show. Where is Tara? She went. I wanted to tell her that you can trust. കത്തിപ്പോയെന്തോ മേഡം, കത്തിപ്പോയി. I have given you the complaint report. That is the complaint report, not the final report. Our investigation report will come again. So I'll call you to give that investigation report, and you should come with your lawyer that time. So that it will be proved. അല്ലല്ല അണ്ണന്റെ ലോയർ ഞാനാണ്. You are the lawyer. അതാ Check his ID card. Lawyer ID സർ ലോയേഴ്സ് ലൈസൻസ് കാണിക്കും. Lawyer has a proper കാട്ടിലിരിക്കണം. ഞാൻ എന്റെ ലോയറിന്റെ അടുത്തൂടെ സംസാരിക്കാം മേഡം. എന്തെങ്കിലും ഫർദർ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ എന്നെ അടുത്തൊന്ന് അറിയിച്ചാൽ മതി, ഞാൻ വന്ന് സംസാരിച്ചോളാം മേഡം. ഓക്കെ മേഡം. ഓക്കെ. വേലായുധം ക്യാരക്ടർ നമുക്ക് ഇവിടെ കൊണ്ടുവന്നാലോ? ഇവിടെ ചൊറിച്ചിലുള്ള കുറെ അമ്മമാരുണ്ടെന്ന് അറിയാം. നമ്മുടെ PVP ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആയേനെ, പിന്നെ കുറച്ച് നല്ല RPs ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ ആകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, കുറേ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാർ. ഈ പരുന്തുവാസമായിട്ട് കളിക്കുമ്പോൾ നമ്മുടെ അടുത്തോട്ട് വരാൻ പറ്റത്തില്ല, മെറ്റേന്ന് പറയും എല്ലാവരും. പക്ഷെ വേലായുധനായിട്ട് കളിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തോട്ട് RP ആയിട്ട് വരാൻ പറ്റും. മനസ്സിലായ? കളിച്ചു നോക്കിയാലോ ഒന്ന് വർക്കൗട്ട് ആവുമെന്ന് നോക്കാം. കളിച്ചു നോക്കിയാലോ? അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ. അതാകുമ്പോൾ PVP സിറ്റുവേഷൻസിന് ഇറങ്ങാം എന്നുള്ള രീതിയിലാക്കാം.